Hello, welcome to the video. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റീജിയണൽ ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന പേപ്പറാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പേപ്പറിൻ്റെ ബ്ലോക്ക് 1 ആണ് നമ്മുടെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പല വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ട ഒരു എസ്സേ ആണ് ബ്ലോക്ക് 1ൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Indian Literature and English Translation, an introduction by G.N. Devi. This is Block 1 of Regional Literature and English Translation, Sri Narayanaguru Open University. ഈ പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കാണിത്. ബ്ലോക്കിൻ്റെ പേര്, യൂണിറ്റിൻ്റെ പേര് ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ്. G.N. Devi, ഗണേഷ് നാരായണദാസ് ദേവി എന്ന ഇംഗ്ലീഷ് പ്രൊഫസർ, ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക്, ഇംഗ്ലീഷ് സ്കോളർ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഷോർട്ട് ഫോമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും ടൈറ്റിലായിട്ട് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തൂലിക നാമം അദ്ദേഹം ഉപയോഗിക്കുന്നതാണ് G.N. Devi. നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. Colonial language has acquired a privileged place in most third world countries. ഒട്ടുമിക്ക എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഷ തന്നെയാണ് കൊളോണിയൽ ലാംഗ്വേജ്, അതായത് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഷ, അതായത് ഇംഗ്ലീഷ് ഭാഷ. ഇവിടെ നമ്മുടെ കേസിൽ ഇംഗ്ലീഷ് ഭാഷ. ആൻഡ് ലിറ്റററി കമ്മ്യൂണിറ്റീസ് പ്രോസസ്സിങ് ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നെസ്. അതുപോലെ തന്നെ ആ നാടുകളിലെ സമൂഹം, ജനസമൂഹം, പ്രത്യേകിച്ച് ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലിറ്റററി കമ്മ്യൂണിറ്റീസ്, മീനിങ് their speech groups, their speech communities എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓരോ സമൂഹത്തിലെയും ആ ഭാഷ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം, അതായത് എന്തും തർജ്ജമ ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു പ്രതിഭാസം, ട്രാൻസ്ലേറ്റിംഗ് കോൺഷ്യസ്നെസ്. In India, several languages are simultaneously used by language communities as if these languages formed a continuous spectrum of signs ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇന്ത്യയിൽ നിരവധി ഭാഷകൾ ഒരേ സമയം തന്നെ ഇത്തരം ലാംഗ്വേജ് കമ്മ്യൂണിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓരോ സംസ്ഥാനവും ഓരോ ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിൽ. ചില സംസ്ഥാനങ്ങളിൽ there are more than one language communities, language groups, meaning people who use different languages. Okay, people who use a particular language is called language community. So in India, the challenge is that there are several language communities. അതാണ് ചാലഞ്ച്. നിരവധി ലാംഗ്വേജ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് in these groups several languages are simultaneously used. ഈ ലാംഗ്വേജ് കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു പ്രത്യേകത നിരവധി ഭാഷകൾ ഒരേ സമയം ഉപയോഗിക്കപ്പെടുന്നു ഇവയിൽ എന്നുള്ളതാണ്. നിരവധി ഭാഷകൾ ഒരേ സമയം മാറി മാറി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഇന്ത്യൻ റിയാലിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യൻ ലിറ്റററി റിയാലിറ്റി എന്ന് പറയുന്നത്. നിരവധി ഭാഷകളുണ്ട്, അത് ഒരേ സമയം തന്നെ മാറി മാറി ഉപയോഗിക്കും, ഒരേ കമ്മ്യൂണിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, മലയാളികളാണെങ്കിൽ ദേ യൂസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. ഇന്ത്യൻ ലാംഗ്വേജ് മാത്രം എടുക്കുകയാണെങ്കിൽ ദേ യൂസ് തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി, and all these languages. So simultaneously they even in North India, for example, in many places they use regionally spoken languages, vernacular. They use Hindi, Urdu. So there are different languages that are mixed in their usage. The use of two or more different languages in translation activity cannot be understood properly through studies of foreign language acquisition. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when we learn about English language learning or acquisition of English language in India, where English language is a foreign language, at least in the way it originated, its presence started to exist in India in the beginning, during the colonial times, British Raj. During that period, we could say English was considered to be a foreign language. ആ കാലഘട്ടത്തിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ് ടു ലുക്ക് അറ്റ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ഓൺലി. ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ് ഗ്രാജുവലി ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടു, ഗ്രാജുവലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിക്കെയിം എൻ ഇന്ത്യൻ ലാംഗ്വേജ്. വി സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് ആസ് അവർ ഓൺ ലാംഗ്വേജ് എന്നുള്ളതാണ്. അപ്പം അത് പൊതുവിൽ ഒട്ടുമിക്ക എല്ലാ കൊളോണിയൽ രാജ്യങ്ങളിലും പോസ്റ്റ് കൊളോണിയൽ രാജ്യങ്ങളിലും ഉള്ള ഒരു റിയാലിറ്റിയാണ്. ഈ ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കോളനൈസേഴ്സ് ലാംഗ്വേജ് ബിക്കംസ്
part of the language spectrum of the indigenous communities. തദ്ദേശീയരുടെ ഭാഷാപരമായ പ്രയോഗങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഭാഷാ ശ്രേണികളുടെ ഭാഗമായി മറ്റൊരു ഭാഷയായി ഈ കൊളോണിയൽ ഭാഷ ഉപയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുത്തപ്പെടുന്നു. അവിടെ അപ്പോൾ വരുന്ന ഒരു സിറ്റുവേഷനാണ് ട്രാൻസ്ലേറ്റിംഗ് ടെൻഡൻസീസ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പോഴെന്താ സംഭവിക്കുന്നതാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞത്. എന്താണ്? ദ യൂസ് ഓഫ് 2 or more different languages in translation activity. 2 അതിലധികമോ ഭാഷകൾ തർജ്ജമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അവയെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു വിദേശ ഭാഷ എന്ന രീതിയിലുള്ള പഠനം മാത്രം പോരാ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയെ വിദേശ ഭാഷയെക്കുറിച്ച് ഫോറിൻ ലാംഗ്വേജ് അക്വിസിഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ എന്ന് മാത്രം പഠിച്ചാൽ പോരാ. ബിക്കോസ് ദ തിയറീസ് ദാറ്റ് ഹെൽപ്പ് us study foreign language acquisition cannot help us study and understand how translation works. അതാണ് വ്യത്യാസം. Translation requires a different set of perspectives. Theory എന്ന് പറയുന്നത് basically it's like microscope. It's like a tool that can help us understand a particular phenomenon. It could be language or anything. It could be social life, cultural life, language, literature, anything. തിയറി ഈ മേഖലയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എനി തിയറി ഇറ്റ് കുഡ് ബി എനി തിയറി, ഏത് തിയറി ആയിക്കോട്ടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് ഒരു ടൂളാണ്. തിയറി ഈസ് എ ടൂൾ. സോ ഇൻ ദാറ്റ് സെൻസ് വി നീഡ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് തിയറീസ് ടു അണ്ടർസ്റ്റാൻഡ് ട്രാൻസ്ലേഷൻ. ഇതാണ് അതിൻ്റെ സമ്മറി ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ. എന്തിനാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇത്രയും ഇത്രയും ക്ലിയർ ആയിട്ട് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഓർഡർ ടു ലേൺ വാട്ട് ഈസ് ഗോയിങ് ടു അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് us from the next page onwards. In the introduction written by G.N. Devi, we need these concepts in order to go deeper. കൂടുതൽ ആഴത്തിൽ G.N. ദേവിയെ മനസ്സിലാക്കണമെങ്കിൽ we need these understandings, basic understanding. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. J.C. Catford presents a comprehensive statement of theoretical formulation about the linguistics of translation. J.C. Catford എന്ന തിയറിസ്റ്റ് അദ്ദേഹം ഒരു എന്താ പറയുക ട്രാൻസ്ലേഷൻ്റെ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻ എ ലിംഗ്വിസ്റ്റിക് തിയറി ഓഫ് ട്രാൻസ്ലേഷൻ എന്ന പുസ്തകത്തിൽ, ഇൻ വിച്ച് ഹി സീക്സ് ടു ഐസൊലേറ്റ് വേരിയസ് ലിംഗ്വിസ്റ്റിക് ലെവൽസ് ഓഫ് ട്രാൻസ്ലേഷൻ. ഭാഷാശാസ്ത്രപരമായ നിരവധി തലങ്ങളെ അദ്ദേഹം വേറിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സിൽ ഉൾപ്പെടുന്ന ഭാഷാശാസ്ത്രപരമായ വ്യത്യസ്ത ലെവൽസ്, തലങ്ങളുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. His basic premise is that since translation is a linguistic act, any theory of translation must emerge from linguistics. അദ്ദേഹത്തിൻ്റെ ബേസിക് ഐഡിയ ഇതാണ്, തിയറി ഇതാണ്. തർജ്ജമ എന്ന് പറയുന്ന ഒരു ഭാഷാശാസ്ത്രപരമായ പ്രവർത്തനമാണ്. ഇറ്റ്സ് എ ലിംഗ്വിസ്റ്റിക് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്? എനി തിയറി ഓഫ് ട്രാൻസ്ലേഷൻ, ഏത് തർജ്ജമ സിദ്ധാന്തമായാലും ഇറ്റ് ഷുഡ് എമേർജ് ഫ്രം ലിംഗ്വിസ്റ്റിക്സ്. അത് ഭാഷാശാസ്ത്രത്തിൽ നിന്ന് വരേണ്ട തിയറി ആയിരിക്കണം. ലിംഗ്വിസ്റ്റിക്സ് മീൻസ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് നമുക്ക് നെക്സ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ട്രാൻസ്ലേഷൻ അക്കോർഡിംഗ് ടു ജെ.സി. കാറ്റ്ഫോർഡിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. ഇതാണ് ജെ.സി. കാറ്റ്ഫോർഡ്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ quotation. Translation is an operation performed on languages, a process of substituting a text in one language for a text in another. Clearly, then, any theory of translation must draw upon a theory of language, a general linguistic theory. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തർജ്ജമ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇസ് ആൻ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ലാംഗ്വേജസ്, ഭാഷയിൽ നടത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ ഓപ്പറേഷൻ എന്നുള്ളത് ഒരു പ്രക്രിയ എന്ന അർത്ഥത്തിലാണ്. എ പ്രോസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ടെക്സ്റ്റ് ഇൻ വൺ ലാംഗ്വേജ് ഫോർ എ ടെക്സ്റ്റ് ഇൻ അനദർ. ഇനി മെഡിക്കൽ ലാംഗ്വേജിൻ്റെ ടേംസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം, ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയാണ്. ഒന്നിനെ എടുത്ത് മറ്റൊന്നിനെ പ്ലേസ് ചെയ്യുക, ഒന്നിനെ എടുത്തുകൊണ്ട് മറ്റൊന്നിനെ അവിടെ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ ഒരു അവയവം മാറ്റി മറ്റവയവം വെച്ചു കൊടുക്കുന്ന പോലെ. എ പ്രോസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ടെക്സ്റ്റ് ഇൻ വൺ ലാംഗ്വേജ്, ഒരു ഭാഷയിലെ ഒരു രചനയെ
അല്ലെങ്കിൽ ഒരു പ്രത്യേക പദപ്രയോഗത്തെ എടുത്തു മാറ്റി ആ സ്ഥലത്ത് വേറൊരു പദപ്രയോഗം വെക്കുക. ക്ലിയർലി ദെൻ എനി തിയറി ഓഫ് ട്രാൻസ്ലേഷൻ മസ്റ്റ് ഡ്രോ അപ്പോൺ എ തിയറി ഓഫ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വ്യക്തമാണ്, ഏതൊരു തർജ്ജമ പ്രക്രിയ ആയാലും അതിൽ ഭാഷാശാസ്ത്രത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. നമുക്ക് അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ലേഷൻ ഇൻവോൾവ്സ് മോർ ദാൻ ജസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു ബ്ലോക്ക് 1 നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഇന്ത്യൻ റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. എന്നാൽ ഇതാണ് ജനറലി ഈ ഒരു പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൻ്റെ ഫോക്കസ്. ഈ ഒരു എസ്സേയുടെ ഫോക്കസ്, GN ദേവിയുടെ എസ്സേയുടെ ഫോക്കസ് റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ്. എന്നാൽ ട്രാൻസ്ലേഷൻ തന്നെയാണ് ഇതിൻ്റെ ആത്യന്തികമായ അന്തസത്ത എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന ഒരു പഠന മേഖല തന്നെ ഉണ്ട് ശരിക്കും. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഏരിയ ഓഫ് സ്റ്റഡീസാണ്. അപ്പം പൊതുവിൽ നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു മേഖല കൂടിയാണ് ട്രാൻസ്ലേഷൻ. എന്നാൽ ട്രാൻസ്ലേഷൻ ലാഘവത്തോടെ കാണേണ്ട മേഖലയല്ലെന്നും അത് തന്നെ ഒരു വലിയ പഠന മേഖലയാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ യൂണിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ ഇൻവോൾവ്സ് മോർ ദാൻ ജസ്റ്റ് ലാംഗ്വേജ്. ഭാഷ മാത്രമല്ല ട്രാൻസ്ലേഷനിൽ ഉൾപ്പെടുന്നത്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ഈസ്തെറ്റിക്സ് ആൻഡ് ഐഡിയോളജീസ്. സൗന്ദര്യശാസ്ത്രം അതിലുണ്ട്, ഈസ്തെറ്റിക്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്, ആശയധാരകളുണ്ട്. ഇൻഫ്ലുവൻസിങ് ഹൗ വി വ്യൂ ലിറ്റററി ഹിസ്റ്ററി. സാഹിത്യ ചരിത്രത്തെ എങ്ങനെ നമ്മൾ നോക്കി കാണുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ മുന്നിലെത്തുന്ന ട്രാൻസ്ലേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ പ്രക്രിയകളൊക്കെ തന്നെ തീർച്ചയായും നമ്മളെങ്ങനെ സാഹിത്യ ചരിത്രത്തെ നോക്കി കാണുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് മിയർലി swapping words from one language to another. It's about recreating the ordered structure of signs in a new language. വെറും ഒരു ഭാഷയിലെ കുറച്ച് വാക്കുകൾ മറ്റൊരു ഭാഷയിലെ കുറച്ച് വാക്കുകളുമായിട്ട് കൈമാറ്റം ചെയ്ത് സ്വാപ്പ് ചെയ്യുന്നതല്ല, അപ്പുറം ഇപ്പുറവും കൈമാറുന്നതല്ല തർജ്ജമ. ഇറ്റ്സ് അബൌട്ട് റിക്രിയേറ്റിംഗ് ആൻ ഓർഡേർഡ് സ്ട്രക്ചർ ഓഫ് സയൻസ് ഇൻ എ ന്യൂ ലാംഗ്വേജ്. ഒരു ഭാഷയിൽ വളരെ നീറ്റായി സ്ട്രക്ചേർഡായി ഘടനാപരമായ സവിശേഷതകളോടുകൂടി എഴുതി വയ്ക്കപ്പെട്ട ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അതേപോലെയുള്ള മറ്റൊരു ഘടനാപരമായ സവിശേഷതകൾ നിലനിൽക്കുന്ന ഭാഷയിലെ പുതിയ ഒരു സ്ട്രക്ചറിനെ വെച്ച് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് തർജ്ജമ. ഇവിടെ റീക്രിയേഷൻ എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ ദ വേർഡ് റീക്രിയേഷൻ. അതായത് ക്രിയേറ്റിംഗ് വൺസ് അഗൈൻ എന്നർത്ഥം, ഒരിക്കൽ കൂടി സൃഷ്ടിക്കുക എന്നർത്ഥം. സാധാരണ നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റ്, ട്രാൻസ്ലേഷൻ്റെ ഭാഷയിൽ പറഞ്ഞ സോഴ്സ് ടെക്സ്റ്റ്, അതായത് നമ്മൾ ഫസ്റ്റ് ഏത് ടെക്സ്റ്റാണോ തർജ്ജമ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ഒരു പ്രത്യേക ഭാഷയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഈ ഭാഷയിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാവാം, ഒരു പ്രത്യേക ഘടനയുണ്ടാവാം, അതിൻ്റേതായ ഒരു എൻവയൺമെൻറ്റ് അതിന് ടെക്സ്റ്റിനുണ്ടാവും. അതിൽ നിന്ന് അതിനെ മാറ്റിക്കൊണ്ട് പുതിയ ഭാഷയിലേക്ക്, അതായത് നമ്മുടെ ഏത് ഭാഷയിലേക്കാണോ തർജ്ജമ ചെയ്യുന്നത് അതിനെ നമ്മൾ പറയുന്നത്, ട്രാൻസ്ലേഷനിൽ പറയുന്നത് ടാർഗറ്റ് ലാംഗ്വേജ് എന്നാണ്. TL എന്ന് ഷോർട്ട് ആൻഡ് ഫോമായിട്ട് വിളിക്കാം, ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ ഘടനയിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് വെറും കുറച്ച് വാക്കുകളുടെ അർത്ഥം നോക്കി മാറ്റി എഴുതുക മാത്രമല്ല, പൂർണ്ണമായും അതിൻ്റെ ആ അന്തരീക്ഷം തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായ ഘടനാപരമായ എല്ലാവിധ ഒറിജിനാലിറ്റിയും ആ ടെക്സ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഭാഷയിലേക്ക് അതിനെ മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഭാഷയുടെ സവിശേഷതയും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആ ഭാഷയുടെ സവിശേഷത മനസ്സിലാക്കാതെ വെറും നമ്മുടെ സോഴ്സ് ലാംഗ്വേജ്, ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഭാഷ അത് മാത്രം മനസ്സിൽ വെച്ച് അതിനെ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ തർജ്ജമ വായിക്കാൻ രസമുണ്ടാവില്ല, ഒന്നും മനസ്സിലാവില്ല. തർജ്ജമ റീഡബിൾ ആവണമെങ്കിൽ, തർജ്ജമയ്ക്ക് എന്തെങ്കിലും സെൻസ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഓൾസോ കൺസിഡർ ദ ടാർഗറ്റ് ലാംഗ്വേജ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റീക്രിയേറ്റിംഗ് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുക, ഓർമ്മിക്കുക. ട്രാൻസ്ലേഷൻ ഡസൻ ജസ്റ്റ് മൂവ് മീനിങ്. തർജ്ജമ എന്ന് പറയുന്നത് അർത്ഥത്തെ മാത്രം മൂവ് ചെയ്യുന്ന, മാറ്റുന്ന ഒരു പ്രക്രിയയല്ല, ഒരു
പ്രത്യേക ഭാഷയുള്ള അർത്ഥത്തെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ മാത്രമല്ല, ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ബ്രീത്ത് ന്യൂ ലൈഫ് ഇൻ ടു ദി ഒറിജിനൽ ഇൻ എ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് കോണ്ടെക്സ്റ്റ്. പുതിയ ജീവിതം തന്നെ നൽകുന്നു, ഒരു പുതിയ ജീവിതത്തിൻ്റെ പുതിയ ശ്വാസം തന്നെ നൽകുന്നു ഒറിജിനൽ കൃതിക്ക്, ഒരു പുതിയ ഭാഷ അന്തരീക്ഷത്തിലേക്ക് ഒരു പുതിയ ജന്മം നൽകുന്നു. Similar to how literary works remain anchored in their original time and style while evolving through history, translations both mimic and go beyond the original. എങ്ങനെയാണ് രചനകൾ, സാഹിത്യരചനകൾ അവയുടെ ഒറിജിനൽ ടൈം, ഏത് സമയത്താണോ അവ എഴുതപ്പെടുന്നത്, അതുപോലെ തന്നെ ഏത് ശൈലിയിലാണോ അവ എഴുതപ്പെടുന്നത്, ഈ ശൈലിയിലും ഈ സ്റ്റൈലിലും നിലനിൽക്കുന്നത്, ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്കൂരമാണ്, കപ്പലിന് നങ്കൂരമാണ് ആങ്കർ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സഡ് ആയിരിക്കുന്നത് എന്നർത്ഥം. അതായത് പുസ്തകങ്ങൾ ചിലപ്പോൾ അത് എഴുതപ്പെടുന്ന, ഇപ്പോൾ ഷേക്സ്പിയർ ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ റീഡിങ് ഷേക്സ്പിയറിനെ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കണ്ടംപററി ഡ്രാമയാണെന്ന് പറഞ്ഞല്ല വായിക്കുന്നത്. വി റീഡ് ഷേക്സ്പിയർ പ്രോപ്പർലി കൺസിഡറിങ് ഹിം an Elizabethan era or a Renaissance era playwright. അങ്ങനെയാണ് നമ്മൾ ഷേക്സ്പിയറിനെ തന്നെ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സ്റ്റൈലും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, അല്ലാതെ ഷേക്സ്പിയറിന് റെലവൻസ് ഇല്ലല്ലോ. അപ്പം അതുപോലെയാണ് ട്രാൻസ്ലേഷനും ഇൻ എ വേ അതുപോലെ തന്നെയാണ്. അത് ഒറിജിനൽ ടെക്സ്റ്റിനെ മിമിക് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊന്നുകൂടി ചെയ്യുന്നുണ്ട്, ഗോ ബിയോണ്ട് ദി ഒറിജിനൽ, ആ ഒറിജിനലിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു എന്നർത്ഥം. ഓക്കെ, ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ഒറിജിനൽ ടെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ ട്രാൻസ്ലേഷൻസ് സജസ്റ്റ് ചെയ്തേക്കാം എന്നർത്ഥം. ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ പ്രത്യേക ഒരു സവിശേഷതയാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ശൈലിയുടെ വക്താക്കളായി അങ്ങനെ നിലകൊള്ളും, സമയത്തിൽ മാറ്റമില്ലാതെ. തർജ്ജമകളാകട്ടെ മറ്റു പല കാലഘട്ടത്തിലെയും വായനക്കാർക്ക് വേണ്ടി എഴുതപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിലെ ഭാഷ നമ്മൾ ഉപയോഗിക്കും. പുതിയ കാലഘട്ടത്തിലെ ഭാഷയിൽ വരും തർജ്ജമകൾ ചിലപ്പോൾ. അതായത് ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ആ ജോലിയുടെ അപ്പുറം ഇത് ചെയ്യും, ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യും എന്നർത്ഥം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ചാലഞ്ചസ് ഇൻ ട്രാൻസ്ലേഷൻ മിറർ ദോസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ലിറ്റററി ഹിസ്റ്ററി. തർജ്ജമകളെ മനസ്സിലാക്കുന്നതിന് നമുക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണോ അത് സാഹിത്യ ചരിത്രത്തെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ്. പെർട്ടിക്കുലർലി ഇൻ ട്രേസിങ് ഒറിജിൻസ് ആൻഡ് ദ ഫ്ലോ ഓഫ് ടൈം. പ്രത്യേകിച്ച് എവിടെയാണ് ഒരു കൃതി ഉണ്ടായത്, ഏത് കാലഘട്ടത്തിലാണ് ഒരു കൃതി എഴുതപ്പെട്ടത്, ഒറിജിൻ, അതിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ സാഹിത്യ ചരിത്രത്തിൽ ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു സാഹിത്യ സൃഷ്ടി ജന്മം കൊള്ളുന്നത്. Both fields require a re-evaluation of how we perceive the beginnings of literary traditions, especially by communities with a focus on translation. ഈ രണ്ട് മേഖലയിലും സാഹിത്യ ചരിത്രത്തിലും ട്രാൻസ്ലേഷനിലും നമ്മൾ റീഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. വി റിക്വയർ എ റീഇവാലുവേഷൻ, നമുക്ക് ആവശ്യമുണ്ട് റീഇവാലുവേഷൻ. എന്തിൻ്റെ റീഇവാലുവേഷൻ? ഓഫ് ഹൗ വി പെർസീവ് ദ ബിഗിനിങ്സ് ഓഫ് ലിറ്റററി ട്രഡീഷൻസ്. സാഹിത്യ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തുടക്കം എവിടെയാണ്, എങ്ങനെയാണ് എന്ന കാര്യത്തിൽ നമ്മളൊരു റീഇവാലുവേഷൻ നമുക്ക് ആവശ്യമാണ്. അത് സാഹിത്യ ചരിത്രത്തിൽ നമുക്ക് ആവശ്യമാണ്, ട്രാൻസ്ലേഷനിലും ആവശ്യമാണ്. എസ്പെഷ്യലി വി കമ്മ്യൂണിറ്റീസ് ദ ഫോക്കസ് ഓൺ ട്രാൻസ്ലേഷൻ. തർജ്ജമകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന, തർജ്ജമകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹങ്ങളിൽ, നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ ഇത് വളരെയധികം ആവശ്യമായ ഒരു പ്രക്രിയ തന്നെയാണ്. അതായത് നമ്മൾ തർജ്ജമ ചെയ്യുന്ന കൃതി ഏത് കാലഘട്ടത്തിലുണ്ടായി എന്ന അറിവ്. ദി ഓഥർ ഓഫ് ദി എസ്സേ, G.N. Devi, is an Indian literary critic and former professor. He is known for the People's Linguistic Survey of India and the Adivasi Academy created by him. രണ്ട് പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഒന്ന് People's Linguistic Survey of India and the Adivasi Academy. He is a renowned thinker, activist and institution builder. He's credited with the Bhasha Research and Publication Center at Baroda. Bhasha Research and Publication Center അദ്ദേഹത്തിൻ്റെതാണ്. He writes in 3 languages, Marathi, Gujarati and English. His first full-length book in English is After Amnesia, 1992. He has written and edited nearly 90 books in areas including literary criticism, anthropology, education, linguistics and philosophy. He gave up his academic career in 1996 to work with denotified and nomadic tribes with Adivasis. He carried out
the largest survey of languages with the help of nearly 3,000 volunteers. 3000 വോളണ്ടിയേഴ്സിനെ വെച്ച് ആദിവാസികൾക്കിടയിൽ ഭാഷാ സർവേ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. In 2015, Devi returned Sahitya Academy Award to the government as a mark of protest against growing sense of intolerance towards differences of opinion. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലെ കടന്നു കയറുന്നു എന്ന പ്രശ്നത്തിൽ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചതിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് തിരിച്ചു നൽകിയ വ്യക്തിയാണ് GN ദേവി. തീർച്ചയായിട്ടും വലിയ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും ഒരു കമ്മിറ്റഡ് ആയ ഒരു എഴുത്തുകാരൻ എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തെ. വെരി ഗുഡ്. അപ്പോൾ നമുക്കൊന്ന് ഇനി അടുത്ത ടെക്സ്റ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബേസിക്കലി ട്രാൻസ്ലേഷൻ, സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്, സൈൻ, റിവൈറ്റലൈസേഷൻ, ഇന്ത്യൻ മെറ്റാഫിസിക്സ്, ഇൻഡോളജിസ്, കൾച്ചറൽ റിവൈവലിസം, ഓറിയന്റലിസം മുതലായ കോൺസെപ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കീ വേർഡ്സ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയെന്ന് കരുതുകയാണ്. തർജ്ജമകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. എന്താണ് ഒരു ട്രാൻസ്ലേഷൻ, അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു പ്രോസസ്സ് എന്താണ് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഐ ഹോപ്പ് ദ പോയിന്റ്സ് ആർ ക്ലിയർ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അടുത്ത ഡീറ്റെയിൽസുമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് വലിയ ഉപകാരമായിരിക്കും എന്ന് കരുതുകയാണ്. അത്തരക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേണിംഗ് ഡിസബിലിറ്റി, റീഡിംഗ് പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.